Hello, good morning. Hello, good morning. Good morning, ma'am. Yes, morning. Good morning. Good morning. Good morning, ma'am. Very good morning. Good morning, ma'am. Yes, good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Yes, good morning, all of you. So, welcome all of you to SmartSri Edu Consultancy, and welcome to our course, new course, Human Resource Management. Welcome to our introduction class. Still students are joining. Let's wait for 2 minutes. Yes. Okay, let's start. And I think it is 11:30 that you have informed about our introduction classes. Isn't it? 11:30 അല്ലേ introduction class ആണെന്ന് പറഞ്ഞത്? അതെ. Yes. Okay. So, once again, good morning, all of you. And let me introduce myself. My name is Nisha. I'm a faculty of SmartSri Edu Consultancy. And once again, welcome to this intro session. Okay. കുട്ടികളെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സമയം 11:30 അപ്പോ ഇൻട്രോ ക്ലാസ്സിന്റെ ഈ ഭാഗം ഒരു 1 hour ആണ് നമുക്ക് തന്നിരിക്കുന്ന സമയം. ആ ഒരു സമയത്തിന് ബിറ്റ്വീനിൽ we have to complete it. So before starting our classes, with your permission, I am going to mute all because there may be some disturbances in the class while it is going on. So to avoid some sound effects, echo, നമുക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാം. കാരണം ഇടയിൽ കുട്ടികൾ ഇടയ്ക്ക് ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ, ഇടയിൽ വെച്ചിട്ടും ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ജോയിൻ ചെയ്യുമ്പോൾ അവരത് ഓപ്പൺ ആക്കി ജോയിൻ ചെയ്യാൻ എടുക്കുന്ന ഒരു കുറച്ച് സെക്കൻഡ്സിൽ അത് മ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അതൊരു എക്കോ പോലെ വരും. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആകില്ല. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ക്ലിയർ ആകുമായിരിക്കാം. പക്ഷെ ഇത് എല്ലാവരും ഇപ്പൊ ലൈവില് ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യാണ്. റെക്കോർഡഡ് ക്ലാസ്സസ് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ അപ്ലോഡ് ചെയ്ത് തരും. Those who was not എന്താ പറയാ, those who cannot attend this class live, it will be provided through your Google Classroom. അവർക്ക് വേണ്ടിയിട്ടാണ് റെക്കോർഡഡ് ക്ലാസ് കൊടുക്കുന്നത്. അതായത് ചിലപ്പോൾ ഇത് കയറാനായിട്ട് ലൈവ് സെഷനിൽ കയറാൻ പറ്റാതെ ജോലിക്കോ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കാണാൻ പറ്റാത്തവരുണ്ടാകും. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴേ അന്നേരമാണ് ഭയങ്കര ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും. അതിനകത്തേക്കൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അവർക്ക് അത് ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മ്യൂട്ട് ചെയ്തിട്ട് ഇൻട്രോ ക്ലാസ് നടത്തുന്നത്. ഇതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകളും നടക്കുമ്പോൾ. അതായത് റെഗുലർ ക്ലാസ്സസ് നടക്കുമ്പോഴും ഇതുപോലെ ഓൾ മ്യൂട്ട് ചെയ്തിട്ടായിരിക്കും നമ്മളിവിടെ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യാം. ഇതും ഇതേ സെയിം റീസൺ തന്നെയാണ്. ബിറ്റ്വീനിൽ ചില കുട്ടികൾക്ക് ഇടയിൽ
ചിലപ്പോ 5 മിനിറ്റോ ഒരു 2 മിനിറ്റോ ഒക്കെ വൈകി ക്ലാസ്സിൽ ജോയിൻ ചെയ്യും. അന്നേരം എന്താ പറയാ ഇതുപോലെയുള്ള ഡിസ്റ്റർബൻസ് അവിടെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഈ റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്തു എന്ന് അറിഞ്ഞിട്ട് അവർ തന്നെ നമ്മളോട് സജസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മളിവിടെ എടുക്കുന്നത്. ഏത് ഓൺ മ്യൂട്ട് ചെയ്തിട്ട് ക്ലാസ് എടുക്കാം. ആൻഡ് അപ്പൊ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഒരു സംശയം ഉണ്ടായിരിക്കും. സോ ഇഫ് വി ഹാവ് എനി ഡൗട്ട് ഹൗ ഇറ്റ് ക്യാൻ ബി ക്ലിയർഡ്, അല്ലെ? തീർച്ചയായിട്ടും സംശയം തോന്നാനായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ ഇവിടെ ഓൺ മ്യൂട്ട് കൊടുത്തേക്കല്ലേ? തീർച്ചയായിട്ടും അതിന് നമ്മൾ പരിഹാരം കണ്ടുപിടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് 5 or 10 minutes അപ്പൊ സംശയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു 5-10 മിനിറ്റോ ആകുമ്പോൾ നിങ്ങൾക്ക് ആ സംശയം ക്ലിയർ ചെയ്യാനുള്ള ഒരു ടൈമാണ്. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് ഏകദേശം ക്ലാസ് 1 hour ആണ് തീരാറായപ്പോ നമുക്കാണെങ്കിലും ടൈം നോക്കുമ്പോൾ അറിയാലോ, അയ്യോ 5 മിനിറ്റുള്ളൂ 10 മിനിറ്റുള്ളൂ, എനിക്കൊരു ഡൗട്ട് ഉണ്ടല്ലോ, അപ്പൊ മിസ്സിനോട് ചോദിക്കണമല്ലോ. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ കമന്റ് ചെയ്യാനുള്ള മെസ്സേജ് ചെയ്യാനുള്ള അതിൽ കൊണ്ടുവന്ന് ടൈപ്പ് ചെയ്യാം. മാം ഐ ഹാവ് വൺ ഡൗട്ട് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ടീച്ചർ അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ സമയം അതിലേക്ക് ഉപയോഗിക്കും. ലാസ്റ്റ് 10 minutes. അങ്ങനെ ആരും പറഞ്ഞില്ല എങ്കിലും ടീച്ചർ കണ്ടിന്യൂ ചെയ്യും. ടീച്ചർക്ക് ആ ഒരു 10 മിനിറ്റ് കൂടി എടുക്കാൻ പാകുന്ന പോർഷനിലേക്ക് ടീച്ചർ മുന്നോട്ട് പോകും. വെറുതെ നമ്മള് സമയം ഇറ്റ്സ് വെരി പ്രഷ്യസ് എന്ന് പറയുന്നതാണല്ലോ, അല്ലെ? അപ്പൊ അതുകൊണ്ട് അത് വെറുതെ നമ്മൾ കളയുന്നില്ല. ആ സമയം അതിന് വേണ്ടി ഉപയോഗിക്കും. എന്നാൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ക്ലിയർ ചെയ്യാനായിട്ടും ആ സമയം ഉപയോഗിക്കുക. അതാണെങ്കിലും ഉപയോഗിക്കലാണല്ലോ. അപ്പൊ ഇത് തന്നെയായിരിക്കും നമ്മുടെ രീതി. അപ്പൊ ഞാനിപ്പോ ഇത് പറഞ്ഞപ്പോ അതിന്റെ ഒപ്പം ആദ്യം തന്നെ അത് പറഞ്ഞത് മാത്രം. ഓക്കെ, നിങ്ങൾ ഒന്ന് ഓർമ്മിച്ചു വെച്ചേക്കാം കേട്ടോ, ഓർത്ത് വെച്ചേക്കാം. ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റൈൽ ഓഫ് ടീച്ചിങ് എന്ന് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. യെസ്, സോ നമ്മള് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കാനാണ് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്മാർട്ട് ശ്രീയില്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്തു. അപ്പോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാനായിട്ട് നമ്മുടെ സ്മാർട്ട് ശ്രീയില് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു എന്താ പറയാ ഒരു ഇൻഫോർമേഷൻ ത്രൂ സം വാട്സപ്പ് ഗ്രൂപ്പ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ടാവുക, അല്ലെ? ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പ് വഴി കുടുംബശ്രീ യൂണിറ്റ്സിലൊക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കുന്നത്. അല്ലാതെ മറ്റു മീഡിയാസിലൊന്നും നമ്മൾ പരസ്യം ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഈ കുടുംബശ്രീ വഴിയായിട്ട് കുട്ടികൾ അറിയുന്ന അതിന് അർഹതപ്പെട്ട ആളുകൾ അത് പഠിക്കട്ടെ എന്നുള്ള രീതിക്കാണ്. ഓക്കെ, so first of all, when you received such a message or information, you may have some doubts regarding SmartSri and why this course is provided at such a low budget. എന്തുകൊണ്ട് ഇത്രയും കുറഞ്ഞ പൈസയ്ക്ക് ഫീസിന് സ്മാർട്ട് ശ്രീ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു? ഞാൻ അന്വേഷിച്ചപ്പോ ഇതൊന്നും അല്ലല്ലോ കണ്ടേക്കണേ. ഒരു ഫീസ് സ്ട്രക്ചർ 60,000, 70,000, 45,000 അത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഇങ്ങനെയൊക്കെയാണല്ലോ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ട് സ്മാർട്ട് ശ്രീ ഇത്രയും ലോ ബഡ്ജറ്റിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്നു? സോ ഇറ്റ് മേ ബി സംതിങ് എന്തോ ഒരു എന്താ പറയാ നമുക്കൊരു ഫേക്ക് ആയിട്ടുള്ളതാണെന്നോ അല്ലെങ്കിൽ എന്തോ ഫോൾട്ട് ആയിട്ടുള്ള ഒരു സാധനമാണെന്നോ ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോ തോന്നിയിട്ടുണ്ടായിരിക്കാം. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല മിസ്സേ. ഞങ്ങൾക്കൊക്കെ എല്ലാവരും അങ്ങനെ ഒരു കാര്യമേ ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല എന്ന് ആരെങ്കിലും ഉറപ്പുള്ളവരുണ്ടോ? ഇത്രയും കുറഞ്ഞ ഫീസ് സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു സംശയം ഇല്ലാതിരുന്ന ആരെങ്കിലും ഉണ്ടോ? ധൈര്യം പറഞ്ഞോ, ഒരു കുഴപ്പമില്ല നമുക്ക്. ഓക്കെ, എല്ലാവരും മനസ്സിലാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടായോ? ഉണ്ടായോ എന്ന് പറയുന്ന ഉണ്ടായോ? യെസ് ഓർ നോ? നിങ്ങളുടെ റിയാക്ഷൻസ് നിങ്ങൾക്ക് തമ്പായിട്ടോ എന്തെങ്കിലും സ്മൈലി ആയിട്ടോ യെസ് എന്ന് പറയുന്ന എന്താ പറയാ ടൈപ്പ് ചെയ്തോ ഇങ്ങനെ വേണമെങ്കിൽ അറിയിക്കാട്ടോ. മ്യൂട്ടേ ചെയ്തിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, അതെ, തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിലുണ്ട്. ഈവൻ എനിക്കാണെങ്കിലും ഉണ്ടാവും. ഞാനും ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കടകളിൽ നിന്ന് ഓരോ പ്രോഡക്ട്സ് വാങ്ങിക്കുന്നു. അപ്പൊ നമ്മള് എന്താ പറയാ ചില പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കുമ്പോ ഭയങ്കര റേറ്റ്. പക്ഷെ ചില സ്ഥലത്ത് വയ്ക്കുമ്പോ ഇത് ഇത്ര ഉള്ള അത്രയും രൂപയുള്ള ഞാൻ അവിടെ കണ്ടിട്ട് അന്ന് ഞാൻ അത്രയും രൂപയ്ക്കാണെന്ന് വാങ്ങിച്ചത്. പക്ഷെ ഇവിടെ ഇത്ര. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താണ് ഇത് വലിയ ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണെന്ന് തോന്നുന്നത്, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇറക്കിയേക്കണതാ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ? മനുഷ്യന്മാരുടെ സ്വഭാവം അങ്ങനെയാണ്. നമ്മൾ അങ്ങനെയാണ് സാധാരണ. അവരുടെ നേച്ചർ അങ്ങനെയാണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കുള്ളൂ, അല്ലെ? എപ്പോഴും അതിനെ നെഗറ്റീവായിട്ട് എടുത്താണ് ചിന്തിക്കുക പല കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ. കാരണം അത് നമ്മളുടെ ഇന്നത്തെ ജീവിക്കുന്ന സൊസൈറ്റി, സമൂഹം, നമ്മൾ ജീവിക്കുന്ന എൻവയോൺമെന്റ് അതിന്റെയൊക്കെ ചില പ്രത്യേകതകൾ കൊണ്ടായിരിക്കണം എല്ലാം നമുക്ക് പ്യുവർ ആണ് എന്ന് വിശ്വസിക്കാൻ ഒരു മടി. ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ, അല്ലെ? പ്യൂരിറ്റി എന്ന് പറയുന്നത്, ശുദ്ധത എന്ന് പറയുന്നത് പല സ്ഥലത്തും നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നില്ല. അതാണ് മറ്റൊരു കാര്യം. പ്യുവർ ആയിട്ടുള്ള ഒന്നും, പ്യുവർ ആയിട്ടുള്ള ലവ്,
അല്ലെ, പ്യുവർ ആയിട്ടുള്ള ഹാപ്പിനെസ്, ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ അല്ലെ ഒരു ഇച്ചിരി പറ്റാത്തൊരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അത് തന്നെയാണ് ഇത് കാരണം. അപ്പൊ അതുകൊണ്ട് പലരും നമ്മളെ പറ്റിക്കാം, പറ്റിക്കപ്പെടാം എന്ന ചിന്തകൾ വരാറുണ്ട്. തീർച്ചയായിട്ടും അതും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഓർക്കുക, ഇത് നമ്മളുടെ പുതിയതായി ഇപ്പൊ നിങ്ങൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് 9th batch ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് we have already completed some batches and also now some batches are going on. ഇവിടെ ക്യാരി ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ ബാച്ചസ് കൊണ്ട് ഒരു 4 ബാച്ചസ് ഓൾറെഡി ഇവിടെ തീർന്നു. ഇപ്പൊ 5 ഉള്ള ബാച്ച് തുടങ്ങിയുള്ളവര് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പ്രോഡക്ട്സിൽ ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും we will not get customers. തീർച്ചയായിട്ടും അവിടെ കസ്റ്റമേഴ്സിനെ കിട്ടില്ല. കാരണം 1 2 പ്രാവശ്യമൊക്കെ മനുഷ്യന്മാരെ പറ്റിക്കാൻ പറ്റുള്ളൂ. കൂടുതൽ കാലം അങ്ങനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും അല്ലെ. തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുക. അപ്പൊ നിങ്ങളുടെ എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് നിങ്ങൾ എടുത്തപ്പോ നിങ്ങൾ എന്താ പറയാ നല്ലൊരു റൈറ്റ് ചോയ്സ് ആണ് നിങ്ങൾ തെരഞ്ഞെടുത്തേക്കുന്നത്. കാരണം ഏറ്റവും ഷോർട്ട് പീരീഡിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് ലക്ഷ്യമാക്കി പഠിക്കുന്നു, അത് നമ്മൾ ക്വാളിഫൈഡ് ആകുന്നു, അതിൽ പഠിച്ച് നമ്മൾ ആ ക്വാളിഫിക്കേഷൻ നേടുന്നു. ആൻഡ് ആസ് സൂൺ ആസ് പോസിബിൾ വി ആർ ഗെറ്റിംഗ് എ ജോബ്. അതാണ് മറ്റൊരു കാര്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്കൊരു ജോലി കിട്ടുന്നു. +2 കഴിഞ്ഞു, എന്താ പറയാ 4 കൊല്ലം 3 കൊല്ലം ഒക്കെ നമ്മളുടെ ഡിഗ്രി കിട്ടിയാലോ അത് കഴിഞ്ഞാലോ അത് ചിലപ്പോ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ ഫെയിൽ ആയി പോകും. അത് ക്ലിയർ ചെയ്തെടുക്കണം. അതല്ല, ഇത് ക്ലിയർ ചെയ്താലും ഏത് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഇപ്പോഴും ഇഷ്ടംപോലെ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളൊക്കെ നമ്മുടെ പുറത്ത് അൺഎംപ്ലോയിഡ് ആയിട്ടൊക്കെ നടക്കുന്നുണ്ട് അല്ലെ. ജോലിയൊന്നും കിട്ടാതെ ജോലി ചെയ്യാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഒത്തിരി ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇത്രയും വർഷം നമ്മൾ പഠിച്ചിട്ടും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലി, അല്ലാതെ ചില ജോലിക്കൊക്കെ ചില കുട്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും പഠിത്തം കഴിഞ്ഞിട്ട് അവിടെ ആ കടയിൽ ഈ കടയിലൊക്കെ പിള്ളേര് അവരുടേതായ ചില ചെറിയ ആവശ്യങ്ങളും വലിയ ആവശ്യങ്ങളും ഒക്കെ എന്താ പറയാ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്, നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ജോലികളാണ്. അല്ലാതെ അവർ പഠിച്ച ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ജോലി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പൊ ഇത്രയും കാലം പഠിച്ചിട്ട് കിട്ടുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ഷോർട്ട് പീരീഡിൽ ഇപ്പൊ മിക്ക കുട്ടികൾ അങ്ങോട്ട് മാറി ഇത്തരം പ്രൊഫഷണൽ കോഴ്സസ് പഠിക്കാനാ കൂടുതലും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടം. ബിക്കോസ് ഷോർട്ട് പീരീഡിലാണ്. ആൻഡ് ഓൾസോ ആസ് സൂൺ ആസ് പോസിബിൾ നമുക്ക് ജോലി കിട്ടുകയും ചെയ്യാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതുപോലെ ഒരുപാട് മെഡിക്കൽ കോഡിങ്, ഒരുപാട് കോഴ്സസ് ഒക്കെ ഇന്ന് ഡെവലപ്പ് ആകുന്നുണ്ട് കേട്ടോ. കാരണം ഇതൊക്കെ ഇന്ന് നെസസറി ആയി മാറിക്കഴിഞ്ഞു. അപ്പൊ അതുപോലെ ഒരു ഡെവലപ്ഡ് ആയ ഒരു കോഴ്സാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ കോഴ്സ്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കാശ് 1 രൂപ പോലും പോകില്ല. നിങ്ങൾക്ക് വളരെ നല്ല ക്ലാസ്സുകൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ സിലബസിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ച് വൃത്തിയാക്കി തന്നിട്ട് ഈ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ്, എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് തന്നെയാണ് അത് തരുന്നത്. അപ്പൊ പേടിക്കേണ്ട. നിങ്ങൾ ഒരു രീതിയിലും നിങ്ങൾ എന്താ പറയാ ചതിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ ഞാൻ പറയാൻ കാരണം നമ്മുടെ ക്ലാസ്സുകൾ ഇത്രയും 9ാമത്തെ ബാച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ ആദ്യം തുടങ്ങിയത് PSC ക്ലാസ്സുകൾ വഴിയൊക്കെ തുടങ്ങിയതാ. ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരുപാട് കോഴ്സസ് ഒക്കെ ഇതുപോലെയുള്ള കോഴ്സസ് പല എന്താ പറയാ രീതിയിലും ആളുകൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന കോഴ്സസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാണ്. അപ്പൊ അതുപോലെ ഒരു കോഴ്സാണ്. സോ അപ്പൊ നിങ്ങൾ എന്താ പറയാ പഠിക്കാൻ പോകുന്ന കോഴ്സിലേക്കും നിങ്ങൾക്ക് വളരെയധികം നല്ല രീതിയിൽ അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയൊക്കെ എഴുതി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടാനായിട്ട് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള എന്താ പറയാ ആശംസകളും ആദ്യം തന്നെ നേരുകയാണ്. ഓക്കെ ആണോ? ചിരിക്കാണ്ടോ? ഒരു പുഞ്ചിരിയൊക്കെ നിങ്ങളൊന്ന് ചിരിക്കണം. എനിക്ക് കാണാൻ പറ്റില്ലെങ്കിലും നിങ്ങളുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ എനിക്കൊന്ന് എന്താ പറയാ ഗസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു മുഖത്ത് ഒരു എന്താ പറയാ നമ്മളുടെ ചോയ്സ് അത്ര മോശമായിട്ടില്ല. അതുപോലെ തന്നെ നമ്മളൊരു തെറ്റായ സ്ഥലത്തല്ല എത്തിച്ചേർന്നിരിക്കുന്നത്, റൈറ്റ് പ്ലേസിലാണ് ഞാൻ എത്തിയത് എന്നുള്ള ഒരു കോൺഫിഡൻസ് കൂടി നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ അതിന് ഉള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കും. ഐ പ്രോമിസ്. തീർച്ചയായിട്ടും ഈ ക്ലാസ്സിൽ ചിലപ്പോൾ നമ്മൾ ഇൻട്രോ ക്ലാസ്സിൽ ആദ്യം കാണുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇടയ്ക്കൊന്ന് വന്ന് ചിലപ്പോൾ എന്റെ തല കാണുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങളോട് ഇതേ ചോദ്യം ഞാൻ ചോദിക്കും വീണ്ടും. നിങ്ങൾ ഹാപ്പി ആണോ? നിങ്ങൾക്ക് കിട്ടിയ അന്ന് ഞാൻ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണോ? കിട്ടിയോ? അതെല്ലാം ലഭിച്ചോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പൊ എനിക്ക് ഒരു പോസിറ്റീവ് ഒരു ആൻസർ നിങ്ങൾ തരണം. ഓക്കെ യെസ്. അപ്പൊ നമ്മള് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ്? ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, വാട്ട് യു മീൻ ബൈ ഹ്യൂമൻ റിസോഴ്സ്? ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്? എന്റെ പേര് ഞാൻ പറഞ്ഞോ? പേര് ഞാൻ പറഞ്ഞില്ലേ? പേര് ഓർത്തോ?
ചില ഇനി ഇടയിൽ കയറിയിട്ടുണ്ടാകും. പേര് ബിഗിനിങ്ങിൽ ഞാൻ പറഞ്ഞില്ലേ, എന്റെ പേര് പറഞ്ഞോ? പറഞ്ഞു. ഓക്കെ, വൺസ് അഗൈൻ പറയാം, എന്റെ പേര് നിഷ എന്നാണ് കേട്ടോ, നിഷ. ഓക്കെ, അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് ആണ് നമുക്ക് നോക്കാം. See, now we are living in a business oriented world. ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള, എവിടെയും എന്തിലും ബിസിനസ് മൈൻഡിലൂടെ കാണുന്ന അങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റ്, അങ്ങനെ ഒരു സമൂഹം, അങ്ങനെ ഒരു രാജ്യം, അങ്ങനെയുള്ള ലോകത്താണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. ബിസിനസ്സിലൂടെ കാര്യങ്ങൾ എന്താ പറയാ എളുപ്പമാക്കാൻ, ഏറ്റവും പെട്ടെന്ന് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ, മാക്സിമം മറ്റ് ബിസിനസ്സുകാരേക്കാൾ കൂടുതൽ നല്ല ഉയർന്ന നിലയിലേക്ക് സ്റ്റാറ്റസ് പരമായിട്ടും പ്രോഫിറ്റിന്റെ നിലയിലും ഗുഡ് വില്ലിന്റെ നിലയിലും ഒക്കെ മുൻപന്തിയിലെത്താൻ ആഗ്രഹിക്കുന്ന, മത്സരത്തോടെ പ്രവർത്തിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും എന്താ പറയാ കോമ്പറ്റീറ്റീവ് നേച്ചറുള്ള ബിസിനസ്സുകളില് ഓരോ ബിസിനസ്സും, ഞാൻ ഇന്ന് തുണിക്കട നടത്തുന്നു, മറ്റൊരാള് ഫുട്വെയർ ഷോപ്പ് നടത്തുന്നു, വേറെ ഇലക്ട്രിക് ഷോപ്പ് നടത്തുന്നു, അങ്ങനെ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് അല്ലെ? ഈ ബിസിനസ് സ്ഥാപനങ്ങൾ ഓരോന്നും അവരവരുടെ ലക്ഷ്യം, അവരുടെ ഒബ്ജക്റ്റീവ്സ്, അവരുടെ ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബിസിനസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗോൾ എന്താണ്? ടു മേക്ക് പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കുകയാണ്. അപ്പൊ ഈ ലാഭം ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിൽ ഓരോ ബിസിനസ്സുകാരും അവനവന്റെ മാക്സിമം ലാഭം ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തില് ബിസിനസ്സിൽ ഒരുപാട് ന്യൂ ടെക്നോളജീസ്, ഒരുപാട് കാര്യങ്ങൾ, ഓപ്പറേഷൻസ് ഒക്കെ പുതിയതും പഴയതൊക്കെ ആയിട്ട് വെച്ച് കൊണ്ട് നടക്കുന്നുണ്ട്. സോ ഈ പറയുന്ന ബിസിനസ് ഓർഗനൈസേഷന്റെ പല കാര്യങ്ങളും എന്താ പറയാ മാനേജ് ചെയ്യാൻ അതാത് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഓൾറെഡി അവരെല്ലാവരും അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഓർഗനൈസേഷനിൽ നമുക്കറിയാം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ചില പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു ബിസിനസ് തുടങ്ങാൻ ഏറ്റവും ആദ്യം വേണ്ടത് പണം, മണിയാണ്. വേണ്ടേ? കാശില്ലാണ്ട് ബിസിനസ് തുടങ്ങാൻ പറ്റുമോ? എനിക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഐ മസ്റ്റ് ഹാവ് സം മണി, ഐ നീഡ് സം മണി അല്ലെ? എനിക്ക് കാശ് വേണം. കാശില്ലാണ്ട് മനസ്സിലാഗ്രഹമൊന്നും വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആരും നമുക്ക് എന്താ പറയാ ഇത് എടുത്തോട്ടൊക്കെ പറഞ്ഞ് കൊടുത്തരില്ല. ഐ മസ്റ്റ് ഹാവ് സം മണി. അതിന് വേണ്ടി ഞാനൊരു കുറച്ച് പൈസ അക്വയർ ചെയ്യണം, സമ്പാദിക്കണം അല്ലെ? പൈസ ഉണ്ടെങ്കിലാണ് ചെറുതോ വലുതോ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള കാശ് വേണം. അതിന് പണത്തിന് പണം തന്നെ വേണം. ഓക്കെ, സോ മണി which is called a capital. ബിസിനസ് തുടങ്ങാൻ ആവശ്യം വേണ്ട തുകയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ, മണി എന്ന് നമുക്ക് ഇവിടെ പറയാം. ഓക്കെ, പണം വേണം. ഈ പണം ഉപയോഗിച്ച് we have to acquire some materials, machineries, ഇതും വേണം അല്ലെ? ഈ പണം ഉണ്ടെങ്കിലാണ് ഞാൻ എന്ത് ബിസിനസ് ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബിസിനസിന് ആവശ്യമായ മെറ്റീരിയൽസ് കൊണ്ടുവരണം. ഇപ്പൊ തുണിക്കട നടത്താൻ ഉദ്ദേശിക്കാമെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യണം? ആ തുണിക്കടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡിങ്, വെദർ ഇറ്റ് മേ ബി റെന്റഡ് ആവാം, അല്ല സ്വന്തമായിട്ടുള്ള ബിൽഡിംഗ് ആകാം, എങ്ങനെയാവട്ടെ. സ്വന്തം ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിൽ, അതല്ല എനിക്ക് അതിന് എന്താ പറയാ അഡക്വേറ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വേറെ എവിടെയെങ്കിലും നമുക്ക് ടൗൺ ഏരിയയിലൊക്കെ ഒരു റെന്റിനൊരു മുറിയോ കടയോ ആയിട്ടൊക്കെ നമ്മൾ റെന്റിന് എടുക്കുന്നു, അങ്ങനെയാക്കാം. അപ്പൊ അത് വേണം. ഇതിനൊക്കെ നമ്മൾ ഈ മണിയാണ് ഉപയോഗിക്കേണ്ടത്. ഈ പണം ഉപയോഗിച്ച് നമ്മൾ റെന്റോ അല്ലെങ്കിൽ ഓൺഡ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രോപ്പർ എന്താ പറയാ ബിൽഡിങ്സോ നമ്മൾ അക്വയർ ചെയ്യണം. ആൻഡ് ഓൾസോ ഈ ബിൽഡിംഗ് മാത്രം കൊണ്ടു വെച്ചിട്ട് കാര്യമില്ല, അതിനകത്ത് ഒത്തിരി മെറ്റീരിയൽസ്, എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത്, തുണിയാണെങ്കിൽ ആ തുണി എന്തൊക്കെ തരത്തിലുള്ള തുണികളാണോ അതൊക്കെ കൊണ്ടുവന്ന് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം, അതിനകത്ത് വെക്കണം അല്ലെ, വിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തെങ്കിലും മെഷീനറീസ്, ചിലപ്പോൾ ആ മെഷീൻ അവിടെ ആ ബിസിനസിന്റെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിന് ചൂടുള്ള കാലഘട്ടമാണ്, അപ്പൊ AC വേണം, AC എന്ന് പറയുന്ന മെഷീൻ വേണം. കമ്പ്യൂട്ടർ മെഷീനറീസ് പല സ്ഥലങ്ങളിലും, പല ബില്ലിംഗ് സെക്ഷനിൽ മാത്രമല്ല, ചിലപ്പോൾ ചില വേറെ സ്ഥലത്തൊക്കെ അവർക്ക് അവിടെ ഇവിടെയൊക്കെ കമ്പ്യൂട്ടറിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അത് വേണ്ടി വരും. അപ്പൊ കുറച്ച് കമ്പ്യൂട്ടേഴ്സ് വേണം. ഓക്കെ, പിന്നെ ലിഫ്റ്റ്, അതും അതെ, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ മുകളിലത്തെ നിലയിലേക്കൊക്കെ ഇപ്പൊ വയ്യാത്ത ആൾക്കാരോടൊക്കെ കടച്ചു കയറി സ്റ്റെയറിംഗ് കൂടി പൊക്കളാനൊക്കെ എപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് ഏറ്റവും എന്താ പറയാ ആളുകളെ അധികം എന്താ പറയാ ബുദ്ധിമുട്ടിക്കാവുന്ന സർവീസാണ് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമാണ് ലിഫ്റ്റ് ഒക്കെ. ഓക്കെ, അപ്പൊ ലിഫ്റ്റ് അത് ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഇതൊക്കെ മെഷീനറി മെറ്റീരിയൽസിലൊക്കെ പെടും. ഓക്കെ, അത് വേണം. ആൻഡ് ഇതെല്ലാം പുറമെ മറ്റൊരു സാധനം കൂടി വേണം. ഇതെല്ലാം പ്രവർത്തിക്കാൻ, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിപ്പിക്കാൻ കുറച്ച് മനുഷ്യന്മാർ വേണം. വിച്ച് ഇസ് കോൾഡ് മെൻ. ആരെന്ന് വിളിക്കും? അവരെ മെൻ എന്ന് വിളിക്കും. അതായത് പ്രധാനമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ
ഒരു ആൾക്ക്, ഒരു പ്രൊപ്പറൈറ്റർ, ഒരു എന്റർപ്രണർക്ക് വേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മണി, മെറ്റീരിയൽസ്, മെഷീനറി ആൻഡ് മെൻ. ഈ 4 M's ആണ്. എം എന്ന് നിങ്ങൾ മനസ്സിൽ വെച്ചോ. 4 M'കളാണ് 4 components ടു സ്റ്റാർട്ട് എ ബിസിനസ്. ഒരു ബിസിനസിന് വേണ്ടിയിട്ടുള്ള 4 components ആണ്. അപ്പൊ ഏതൊക്കെയാ? മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ എന്ന് പറയുന്നത്. ഇതില് ഈ മെൻ എന്ന് പറഞ്ഞ ഈ 4ാമത്തെ പറഞ്ഞ സാധനമാണ് ഹ്യൂമൻ റിസോഴ്സ്. ഈ ഓർഗനൈസേഷനിൽ, ബിസിനസ്സിൽ ജോലി ചെയ്യുന്ന എല്ലാ മെൻ, അതായത് മനുഷ്യരായിട്ടുള്ള എല്ലാവരും, വെദർ മെയിൽ ഓർ ഫീമെയിൽ, ആണുങ്ങളോ പെണ്ണുങ്ങളോ ആരും ആയിക്കോട്ടെ, അതാണ് ഈ മെൻ എന്ന് ഉദ്ദേശിക്കുന്നത്. പണ്ട് അങ്ങനെയാണല്ലോ എപ്പോഴും ഹ്യൂമൻ ബീങ്, മനുഷ്യരെ പറയുമ്പോഴൊക്കെ മെൻ എന്ന് പറഞ്ഞേ പറയാറുള്ളൂ. മെൻ എന്താ പറയാ, പൊതുവായിട്ട് പറയുമ്പോ കോമൺ ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക് നമ്മൾ സംസാരിക്കുക, മനുഷ്യർ എന്ന് പറയുമ്പോൾ മെന്നൊക്കെയാണ് സൂചിപ്പിക്കുക, വിമൻ സൂചിപ്പിക്കാറില്ല അല്ലെ. ആ ഒരു പ്രാധാന്യ ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുത്തിരിക്കുന്നു മാത്രം. പക്ഷെ അതിനകത്ത് ആണുങ്ങൾ പെണ്ണുങ്ങളും എല്ലാം വിടും. അപ്പൊ ഈ മെൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ ആ മെൻ ആരായി മാറി? ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യ വിഭവമായി മാറി, മനുഷ്യരെ വിഭവമാക്കി. എന്തുകൊണ്ടത് വിഭവം എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നു ഹ്യൂമൻ റിസോഴ്സ്? ബിക്കോസ് ദേ പ്രൊവൈഡ് ദെയർ എനർജി ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ എന്താ പറയാ, സ്മൂത്ത് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മനുഷ്യൻ അവന്റെ എനർജി മുഴുവൻ, അവന്റെ എന്ത് സാധനം ഉത്പാദിപ്പിക്കുകയോ സേവനം ഉത്പാദിപ്പിക്കുകയോ എല്ലാം ആയിക്കോട്ടെ, അവന്റെ എനർജി അവൻ അവിടെ കൊടുക്കുന്നുണ്ട്. ആ എനർജി, അവന്റെ നോളജ്, അവന്റെ സ്കിൽ, അവന്റെ കേപ്പബിലിറ്റി, അങ്ങനത്തെ കുറെ സാധനങ്ങൾ അവൻ ആ ബിസിനസ്സിന് വേണ്ടി കൊടുക്കുകയാണ്. ആ കൊടുക്കുന്നത് കൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിക്കും? റിസോഴ്സസ് എന്ന് വിളിക്കും, ഹ്യൂമൻ റിസോഴ്സ്. അപ്പൊ ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന അതാണ് നമ്മളുടെ ഈ 4 കമ്പോണൻസിൽ വരുന്ന ഹ്യൂമൻ റിസോഴ്സ്, അല്ലെങ്കിൽ മെൻ എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് ആണ്. അതിനെ മാനേജ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ കോഴ്സിലൂടെ പഠിക്കുന്നത്. സോ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുക. മണി, മെറ്റീരിയൽ, മെഷീനറി അല്ല, ഇതിനെല്ലാം പുറമെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഓർഗനൈസേഷനിൽ വേണ്ട ഒരു എന്താ പറയാ component, അതാണ് ഹ്യൂമൻ റിസോഴ്സ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് കൺസിഡർഡ് ആസ് ദ മോസ്റ്റ് വാല്യുബിൾ അസറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസറ്റ് എന്ന് കണക്കാക്കപ്പെടുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. കാശുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മെഷീൻസും എന്താ പറയുക മെറ്റീരിയൽസും കൊണ്ട് വെക്കാം. പക്ഷേ കഴിവുള്ള, നോളജ് ഉള്ള, കേപ്പബിലിറ്റി ഉള്ള, അതില്ലെങ്കിൽ എന്താ പറയാ ജോലി ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള, കമ്മിറ്റ്മെന്റോടുകൂടി ജോലി ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യന്മാര്, അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തന്നെയാണ്. ആൾക്കാരെ ജോലിക്ക് എവിടെ നിന്നും കിട്ടും. പക്ഷെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, നോളജ് നല്ലോണമുള്ള, സ്കില്ല്, കേപ്പബിലിറ്റി, എല്ലാ കാര്യങ്ങളും കഴിവുകളും ഒക്കെ ഉള്ള ആളുകളെ കിട്ടുക, കണ്ടെത്തുക, ഇറ്റ്സ് മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ്. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. ഇപ്പൊ ഒരുപാട് കോഴ്സൊക്കെ പഠിച്ച് നല്ല കുറെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം നമ്മളുടെ ഇടയിൽ. പക്ഷെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ജോലി ചെയ്യുമ്പോൾ അവർക്ക് അത് എന്താ പറയാ ഒരു ആവറേജ് വരെ എത്താൻ പോലും പറ്റുന്നില്ല. നല്ല ക്വാളിഫൈഡ് ആണ്, പക്ഷെ എന്തുകൊണ്ടാണ് അവർക്ക് ജോലി പറ്റുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല. പഠിക്കുന്നതിനുള്ള ബുദ്ധി നന്നായിട്ടുണ്ട്, പക്ഷെ പ്രാക്ടിക്കൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു റിസൾട്ട് ഇവിടെ കിട്ടുന്നില്ല. അന്ന് പഠിച്ചിരുന്ന കാലഘട്ടത്തിലെ പോലെ ഇവിടെ കിട്ടുന്നില്ല. ഓക്കെ, പക്ഷെ ചില ആളുകൾ നേരെ തിരിച്ചുണ്ട്. പഠിച്ചപ്പോ കുഴപ്പന്മാരായിരുന്നു, അല്ലെങ്കിൽ പക്ഷെ ഇവിടെ വളരെ ബ്രില്യന്റ് ആയിട്ട് ഓരോ ജോലികളും വൃത്തിയായി ചെയ്യുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യും? വളരെ ക്വാളിഫിക്കേഷൻ അധികമുള്ളവരെ നോക്കി മാത്രം നമുക്ക് സെലക്ട് ചെയ്താൽ ഓർഗനൈസേഷന് അതിൻ്റെതായ ഒരു റിസൾട്ട് ആ എംപ്ലോയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നല്ല രീതിയിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, എന്താ പറയാ ജോലി വളരെ വൃത്തിയായിട്ടും അവരുടെ കേപ്പബിലിറ്റീസും കമ്മിറ്റ്മെന്റും എല്ലാം ഉപയോഗിച്ച് സെൽഫായിട്ടുള്ള മോട്ടിവേഷനോട് കൂടി ചെയ്യാൻ പറ്റുന്ന ആളുകളെ നമ്മൾ അതിൽ നിന്ന് കണ്ടക്ട് ചെയ്യണം, എന്താ പറയാ റിക്രൂട്ട് ചെയ്യണം. അപ്പൊ ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സുകളെ അവരെ റിക്രൂട്ട് ചെയ്യുന്നത് മുതൽ, അതായത് ഒരു ആളുകളെ പുതിയതായിട്ട് ജോലിക്ക് എടുക്കുന്നത് മുതൽ അവരുടെ റിട്ടയർമെന്റ് വരെ, റിട്ടയർമെന്റ് പിന്നീട് അറിയാലോ, 58 വയസ്സായിട്ട് റിട്ടയർ ചെയ്യുന്നത് വരെയുള്ള ഹ്യൂമൻ റിസോഴ്സുകളുടെ, അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിന്റെയും റിക്രൂട്ട്മെന്റ് മുതൽ റിട്ടയർമെന്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ കുറച്ച് പ്രൊഫഷണൽ ആളുകളുടെ കുറവുണ്ടായിരുന്നു ഇത്രയും നാൾ. എന്നുവെച്ചാൽ ഇതൊക്കെ തോന്നിയ പോലെ അവരൊക്കെ ചെയ്യുമ്പോൾ, അവരവരുടേതായ രീതിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ എന്താ പറയാ ലിമിറ്റേഷൻസ്, പോരായ്മകള് ബിസിനസ് ഓർഗനൈസേഷൻ ഫേസ് ചെയ്തിരുന്നു. സോ ടു ഓവർകം ഓൾ ദീസ് ലിമിറ്റേഷൻസ്, അതുകൊണ്ട് ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട
മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും മാനേജ് ചെയ്യാൻ അവരുടെ കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഇങ്ങനെയുള്ള ആളുകളെ മനുഷ്യ വിഭവത്തെ മാനേജ് ചെയ്യാൻ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി എംപ്ലോയീസിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ വ്യക്തമായ ഒരു ധാരണയുള്ള കുറച്ച് പഠിച്ച ആളുകളെ തന്നെ വേണമെന്ന് ബിസിനസ് ഓർഗനൈസേഷൻസ് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പോലെ എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പോലെയുള്ള ഇത്തരം കോഴ്സുകൾ ഇങ്ങനെ ഷോർട്ട് പീരീഡിലുള്ള കോഴ്സുകൾ ഇങ്ങനെ അങ്ങോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയതും ഇത്രയും ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു കോഴ്സുകളായിട്ട് മാറാൻ തുടങ്ങിയത്. ക്ലിയർ ആകുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയട്ടോ. എനിക്ക് ഇത്തിരി സംസാരിക്കുന്ന ചിലപ്പോ ചില നാടുകളുടെ സ്ലാങ്ങിന്റെ പ്രത്യേകതകൾ കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണോട്ടാ. എനിക്ക് ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ആളുകള് മിസ്സിന്റെ സംസാരം ഇത്തിരി സ്പീഡാണ്, അത് ഞാൻ അങ്ങനെയാണ്. ഓക്കെ, പക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ഒന്നും കൂടി പറയാം, കുഴപ്പമൊന്നുമില്ല, അതിന് പ്രശ്നമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മള് ഈ എന്താ പറയാ കേട്ടും കണ്ടും നമ്മള് അത് ദിസ് ഇസ് ദ വേ ഓഫ് ടീച്ചർ, അതാണ് ടീച്ചറുടെ രീതി, അതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും. അത് കുറച്ച് കഴിയുമ്പോഴായിരിക്കും. പക്ഷെ ഇപ്പൊ നമുക്ക് കാര്യം മനസ്സിലാക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ചോദിച്ചത്. ഓക്കെ ആണല്ലോ? ഓൾ ഓഫ് യു ഹാപ്പി ആണോ? ഓക്കെ, യെസ്. അപ്പൊ അതാണ്. അപ്പൊ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ കോഴ്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത് അതുകൊണ്ടാ. എന്ന് വെച്ചാൽ മനുഷ്യ വിഭവത്തെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്യാൻ എന്താ പറയാ ബിസിനസ് ഓർഗനൈസേഷൻസ് പണ്ടെല്ലാം പരാജയപ്പെട്ടിരുന്നു. ആ പരാജയമാണ് ഇങ്ങനെയുള്ള കോഴ്സുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ബിസിനസ് സംരംഭകരുടെ ഇടയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു. അവരതിനെ കുറിച്ച് റിസർച്ചുകൾ നടത്തി, പഠനങ്ങൾ നടത്തി. അപ്പൊ അവർ വിചാരിച്ചിട്ടുണ്ടാവും ഈ ഹ്യൂമൻ റിസോഴ്സുകളൊക്കെ മാത്രം മനുഷ്യരെ മാത്രം മാനേജ് ചെയ്യാൻ, എംപ്ലോയീസിന് മൊത്തം കാര്യങ്ങൾ നോക്കാനും അവരെ സംതൃപ്തരാക്കാനും എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കാനും വെദർ ദേ ആർ ഡൂയിങ് പെർഫോമിംഗ് ദർ ജോബ് വെൽ, അവരവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ടോ, ഒരു രീതിയിലും അവര് എന്താ പറയാ അവർക്ക് ബുദ്ധിമുട്ടുകൾ അവരുടെ വർക്കിംഗ് കണ്ടീഷൻസിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള സൗകര്യക്കുറവുകളോ ഇതൊന്നുമില്ല, അവർ ഹാപ്പി ആയിട്ടാണ് ജോലി ചെയ്യുന്നത്, അവരുടെ മാക്സിമം റിസൾട്ട് അവരിവിടെ തരുന്നുണ്ട് എന്നൊക്കെ എൻഷുർ ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് ആളുകളെ വേണ്ടി വന്നു. അങ്ങനെയുള്ള പ്രൊഫഷണൽ ആളുകൾ തന്നെ വേണം, പഠിച്ച് മനസ്സിലാക്കിയവർ വേണം. അല്ലാണ്ട് ഇതൊക്കെ നോക്കി കണ്ടെന്ന് പഠിക്കുന്നത് പോലെയല്ല. അപ്പൊ അതിന് പഠിച്ചവർ തന്നെ, അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ, ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കോഴ്സ് പഠിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരെ, അങ്ങനെയുള്ള ആളുകൾ വേണമെന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ കോഴ്സ് ഒക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഓക്കെ, ഇനി ഈ കോഴ്സ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തു. നമ്മൾ പറഞ്ഞു ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്രം ദ ടൈം ഓഫ് റിക്രൂട്ട്മെന്റ് അപ് ടു ദ ടൈം ഓഫ് റിട്ടയർമെന്റ്. റിക്രൂട്ട്മെന്റ് തുടങ്ങി, റിക്രൂട്ട് എന്ന് പറഞ്ഞാൽ പുതിയ ആളുകളെ ജോലിക്ക് എടുക്കുക. അപ്പൊ ഓരോ പുതിയ ആളുകളെ ജോലിക്ക് എടുക്കുമ്പോഴും ആ ജോലിക്ക് എടുക്കുന്നതിന് മുമ്പ് റിക്രൂട്ട്മെന്റിന് മുമ്പേ തുടങ്ങോട്ടെ അതിന്റെ പ്രൊസീജിയേഴ്സ്. വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് അഡ്വർടൈസ് ചെയ്യണം, പരസ്യം ചെയ്യണം, ഇത്ര വേക്കൻസി നമ്മുടെ ബിസിനസ്സിലുണ്ട്, ആ അഡ്വർടൈസ് ചെയ്യണം. അഡ്വർടൈസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് കുറെ ആൾക്കാരൊക്കെ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. നല്ല നല്ല ബിസിനസ് ഓർഗനൈസേഷൻ ആകുമ്പോൾ ജോലി കിട്ടിയാൽ കൊള്ളാലോ, എന്തായാലും വേക്കൻസി ഉണ്ട്, ഒരു ആപ്ലിക്കേഷൻ അയച്ചേക്കാം, റെസ്യൂമെ ആപ്ലിക്കേഷൻ ഒക്കെ വരും, അതിനെയൊക്കെ നോക്കണം. അതിൽ നിന്ന് അനലൈസ് ചെയ്ത് കുറച്ച് ആളുകളെ ഇന്റർവ്യൂവിന് വിളിക്കണം. ഈ ആപ്ലിക്കേഷൻ അയച്ച എല്ലാവർക്കും ഇന്റർവ്യൂ കാർഡൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാത്തിനും വിളിച്ച് ഇന്റർവ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. 10 വേക്കൻസി ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഉണ്ടെന്ന് അറിയുമ്പോൾ 1000 ആപ്ലിക്കേഷൻ വരും, അല്ലേ? ശരിയല്ലേ? PSC നമ്മൾ കാണാറില്ലേ? അത് PSC ഗവൺമെന്റിന്. PSC ഇതുപോലെ വിജ്ഞാപനങ്ങൾ വരുമ്പോ ചിലപ്പോ 2 3 ഓരോ കാറ്റഗറിയിൽ ഒഴിവുണ്ടെന്നും പറഞ്ഞാൽ വരിക. 2-3 പേരാണ് PSC പരീക്ഷ എഴുതാൻ നമ്മളുടെ ഒപ്പം വന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരി ആണോ? ആണോ? നിങ്ങൾ ഒന്ന് എസ് പറഞ്ഞോ, പറഞ്ഞു ആണോ? നമ്മളോടൊപ്പം അതേ കാറ്റഗറിയിലെ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് PSC എക്സാമിന് നമ്മളോടൊപ്പം PSC എക്സാം എഴുതാനിരിക്കുന്നത് 3 പേർക്ക് വേക്കൻസി എന്ന് പറഞ്ഞിട്ട് 3 പേരാണോ? അല്ല, ഒരു 10,000 ആൾക്കാര്, ലക്ഷക്കണക്കിന് ആൾക്കാരൊക്കെ ഓരോ ഇതിനും വന്ന് പരീക്ഷ എഴുതുന്നുണ്ട്. പക്ഷെ ആ ഒഴിവുകളെല്ലാം നികത്താൻ പറ്റുള്ളൂ. വന്ന് പരീക്ഷ എഴുതി എല്ലാവർക്കും ഇത്രയും മാർക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ആ ജോലി കൊടുക്കാൻ പറ്റുമോ? ഉള്ള വേക്കൻസി ആണ് നമുക്ക് ഗ്യാപ്പാണ് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് മുമ്പേ തുടങ്ങി അതിൽ നിന്ന് കുറെ പേരെ ആപ്ലിക്കേഷൻസ് ഒക്കെ നോക്കി, റെസ്യൂമേസ് ഒക്കെ നോക്കി, പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് എക്സ്പീരിയൻസുകളോ മറ്റ് എക്സ്ട്രാ എന്തെങ്കിലും അവരുടെ താല്പര്യങ്ങളോ ഒക്കെ അതിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണക്കിലെടുത്ത് അതിൽ നിന്ന് കുറച്ച് ഡാറ്റാസ് എടുത്ത് ഇന്റർവ്യൂ കാർഡുകൾ അയക്കുന്നു, ഇന്റർവ്യൂ ചെയ്യുന്നു. ഇന്റർവ്യൂ ചെയ്ത് എല്ലാവർക്കും ജോലി കൊടുക്കുമോ? അപ്പോഴും ഇല്ല.
ഒരുപാട് നല്ല ആളുകളുടെ റെസ്യൂമേസിൽ നിന്ന് കുറച്ച് പേരെ അതിൽ നിന്ന് സോർട്ട് ചെയ്തെടുത്ത് ഇന്റർവ്യൂ ക്ഷണിക്കുന്നു. ഇന്റർവ്യൂ ചെയ്ത് എല്ലാവരെയും നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല. അതിൽ നിന്ന് വീണ്ടും നമ്മൾ ഒന്നുകൂടി ചുരുക്കി അതിൽ നമ്മുടെ ആവശ്യത്തിലുള്ള ആളുകളെ ആയിട്ട് മാറ്റുന്നു. അവർക്ക് ഓഫർ ലെറ്റർ കൊടുക്കുന്നു, അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കുന്നു, ഇന്ന ദിവസം ജോയിൻ ചെയ്യാൻ പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ റിക്രൂട്ട്മെന്റിന് മുമ്പുണ്ട്. അതിനുശേഷം എല്ലാം പ്യൂരിഫൈ ചെയ്തെടുത്ത് റിക്രൂട്ട്മെന്റ് നടത്തുന്നു. റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി ജോലിക്ക് വന്നാൽ അവൻ വന്നു കഴിയുമ്പോൾ അവന്റെ സാലറി എത്രയാണ്, അവന് സാലറി എങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്, മറ്റേതെങ്കിലും അലവൻസുകൾ, ബോണസ്, മറ്റ് ബെനിഫിറ്റ്സ്, വട്ടെവർ ഇറ്റ് മേ ബി, അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവന് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അവന് ഓരോ ജോലി ചെയ്യുമ്പോൾ അവന്റെ പെർഫോമൻസിനെ നോക്കണം, അത് അസസ് ചെയ്യണം. അതിനുശേഷം റിട്ടയർമെന്റ് വരെ അവൻ ഇടയ്ക്ക് വെച്ചിട്ട് അവന് പ്രൊമോഷൻ കൊടുക്കുമോ, അവന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കൊടുക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ മാനേജ് ചെയ്യാൻ ഒരു പ്രൊഫഷണൽ, ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസിന്റെ ആവശ്യം വന്നു. അങ്ങനെ ഇതെല്ലാം ഒരു വിഭാഗം ആളുകൾ കൺട്രോൾ ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സുകളൊക്കെ വന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. നമ്മൾ പറഞ്ഞു ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞു. നമുക്കറിയാം നമ്മള് ഓരോ ഇൻഡിവിജ്വലും ഓരോ മനുഷ്യരും പ്രോഡക്റ്റ്, നമ്മൾ ഓരോ ഉൽപ്പന്നങ്ങളാണ് അല്ലെ, നമ്മൾ ഓരോ പ്രോഡക്റ്റുകളാണ്. നമ്മൾ ഈ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്രോഡക്റ്റിന്റെ, നമ്മളിത് പറയുന്ന ഈ പ്രോഡക്റ്റിന് ഒരു സ്വഭാവ സവിശേഷതകളുണ്ട് അല്ലെ, ഓരോ ക്യാരക്ടറിസ്റ്റിക്സ്, ഓരോ ട്രേറ്റ്സ് ഉണ്ട്. ഈ സ്വഭാവ ഗുണങ്ങള് ഫ്രം വേർ ഡു യു ഗെറ്റ് ഇറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? ഓരോരുത്തർക്കും സ്വഭാവം കിട്ടിയിരിക്കുന്നത് എവിടെന്നാ? എന്റെ സ്വഭാവം എവിടെന്നാ എനിക്ക് കിട്ടിയിരിക്കുന്നത്? അത് പല സ്ഥലങ്ങളിൽ നിന്ന്. ഒന്ന് ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് ആണ്. ദാറ്റ് മീൻസ് നമ്മളുടെ എന്താ പറയാ പരമ്പരാഗതമായിട്ട് കിട്ടുക. അച്ഛന്റെ അമ്മയുടെ ഒക്കെ സ്വഭാവം. ചിലർ നിന്റെ അമ്മൂമ്മയുടെ സ്വഭാവം, അപ്പൂപ്പന്റെ സ്വഭാവം അതൊക്കെ പറയാറില്ലേ? നമ്മളെ പറയാറില്ല, നമ്മള് പണ്ടൊടി അങ്ങനത്തെ, അത് ആ അമ്മൂമ്മയുടെ തനി സ്വഭാവ, അച്ഛന്റെ സ്വഭാവം എന്ന് പറയും, അമ്മയുടെ സ്വഭാവം എന്ന് പറയും അല്ലെ. അത് ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് ആണ്. തീർച്ചയായിട്ടും അത് പാരമ്പര്യത്തിൽ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് എവിടുന്ന കിട്ടുക? അതിനുശേഷം നമ്മൾ ജനിച്ചു വളർന്നു, കുറച്ച് പിച്ച് നടക്കാനും ഒക്കെ തുടങ്ങി കാര്യങ്ങൾ ചുറ്റുമുള്ള നമ്മുടെ വീടിന്റെ ആ ചുമരിനകത്ത് ചുറ്റുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ, ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി അവരിൽ നിന്നും കുറച്ച് സ്വഭാവം നമ്മൾ പഠിക്കാറില്ലേ? അവരുടെ നിന്നും കുറച്ചൊക്കെ നമ്മൾ എടുക്കും. എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ നമ്മളും അത് ഫോളോ ചെയ്യും. തീർച്ചയായിട്ടും നമ്മളെ വീടുകളിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സ്കൂളുകളിലേക്ക് പോകുന്നു. സ്കൂളിൽ പോകാനുള്ള പ്രായമാകുമ്പോൾ അവിടെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള കൂട്ടുകാരിൽ നിന്ന് കുറച്ച് സ്വഭാവമൊക്കെ നമ്മൾ പഠിക്കും ഇല്ലേ? നമ്മുടെ ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ടുള്ള കൂട്ടുകാരിൽ നിന്ന് കുറച്ച് സ്വഭാവമൊക്കെ പഠിക്കും. അതിനുശേഷം നമ്മൾ പഠിച്ച് വലിയ കുറച്ചുകൂടി ഹയർ സ്റ്റഡീസിലൊക്കെ എവിടെയൊക്കെയാണ് പോകുന്നത്, അവിടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അവരിൽ നിന്ന് പഠിക്കും. ഒരുപാട് സ്വഭാവ രീതികളിൽ മാറ്റങ്ങൾ വരും. അച്ഛനൊക്കെ പറയില്ലേ, ഇത് സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോ ഇതിന്റെ സ്വഭാവമൊക്കെ മാറിയല്ലോ, അങ്ങനെ പറയും. കോളേജിൽ പോയി വേറെ കൂട്ടിട്ടിപ്പോ അങ്ങനെ സ്വഭാവമായല്ലോ. ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. ഡെയിലി നമ്മൾ എവിടെയെങ്കിലൊക്കെ കേൾക്കും, അല്ലെങ്കിൽ നമ്മളെ സ്വന്തമായിട്ട് പറയുന്നതുമാണ്. ഓക്കെ. പിന്നെ സമൂഹവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടും. അപ്പൊ ഈ ഒരു എന്താ പറയാ സ്വഭാവ രീതികള്, മനുഷ്യന്മാരുടെ ഈ സ്വഭാവ രീതികൾ ഒരു പ്രത്യേക സ്ഥലത്തു നിന്ന് മാത്രം വരുന്നതല്ല. ഒരുപാട് പല ഇതുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ നേടിയെടുത്ത ഒരുപാട് ട്രേറ്റ്സ്, അതായത് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കുണ്ട്. ഇങ്ങനെ ഈ ഒരുപാട് സ്വഭാവ വൈരുദ്ധ്യങ്ങൾ, അത് ഒരു ദിവസം തന്നെ പല സ്വഭാവം പ്രകടിപ്പിക്കുന്ന മനുഷ്യന്മാര്. രാവിലെ ഒരു മൂടായിരുന്നു, ഉച്ചയായപ്പോ ദേഷ്യമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വികാരത്തിലേക്ക് പോയി. ഓക്കെ. വൈകുന്നേരമായപ്പോ ദുഃഖം, സങ്കടം. ഓക്കെ. അത് തന്നെ മനുഷ്യന് ഒരു ദിവസത്തിൽ തന്നെ പല മൂഡ് സ്വിങ്സ് എന്ന് പേര് പറയും അതിനല്ലേ. പല രീതിയിലാണ് അവന്റെ റിയാക്ഷൻസും അതിന്റെ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ മാറി വരിക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്ന പല ഇമോഷൻസും ഫീലിങ്സും ഉള്ള ഒരു മനുഷ്യനെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും? വേണ്ട, നമ്മുടെ വീടുകളിലേക്ക് ഒന്ന് പോകാം. നമ്മുടെ വീടുകളിൽ എത്ര പേരുണ്ട്? നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ വീട്ടില് ഇപ്പൊ ഒരു ആവറേജ് പറഞ്ഞാൽ മാക്സിമം, ഞാൻ ആവറേജ് അല്ല മാക്സിമം പറയും 6 members, 6 members ഒക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളൂ. ഇപ്പൊ ജോയിന്റ് ഫാമിലി എന്നൊക്കെ പറഞ്ഞ് പണ്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, കൂട്ടുകുടുംബം. അവിടെയൊക്കെ ഒരു 10-30 ആളുകളൊക്കെ, അതായത് അച്ഛനമ്മ, അവരുടെ മക്കള് വലുതായി വലിയ കല്യാണം കഴിച്ചു, അവരും അവിടെ തന്നെ, ചേട്ടനനിയന്മാരൊക്കെ എത്ര കല്യാണം കഴിച്ചു അവിടെ തന്നെ. അന്നത്തെ ആ ഒരു എന്താ പറയാ അത്തരം ഒരു എൻവയോൺമെന്റ് ആയിരുന്നു അവിടെ. ഇത്രയും എന്താ പറയാ വിശ്വാസക്കുറവോ ദേഷ്യമോ അത്രയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അവര് ഭയങ്കര ഹാർമണിയിൽ ജീവിച്ചിരുന്നു ജോയിന്റ് ഫാമിലിയിലാണെങ്കിലും അല്ലെ. പക്ഷെ ഇന്ന് പറ്റൂല. കഴിഞ്ഞാൽ പെട്ടെന്ന് എവിടെയെങ്കിലും മാറിപ്പോയില്ലെങ്കിലും ഭയങ്കര പ്രശ്നമാവും പിന്നീട് അല്ലെ.
സ്വരം നന്നാകുമ്പോ പാട്ട് നിർത്താന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കി നമ്മുടെ വീട്ടില് ആകെ 5-6 പേരുള്ളൂ. ഈ 5-6 പേരെ നമ്മളെങ്ങനെ മാനേജ് ചെയ്യുന്നു? കൊച്ചുങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഒരു രീതിയിലുള്ള ഫുഡ് അവർക്കത് പറ്റില്ല. അപ്പൊ അച്ഛനും അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ വയസ്സായവരൊക്കെ ആണെങ്കിൽ അവരുടെ സമയത്തിനും സന്ദർഭത്തിനും അവരുടെ രീതിക്കും അനുസരിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും, ചിലപ്പോൾ ഭക്ഷണം കഴിച്ചു വരില്ല. ഇതുങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നു. നമുക്ക് ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുമ്പോഴേക്കും വീട് വേറെ ഒരു സാധനമാക്കി മാറ്റി വെച്ചിട്ടുണ്ടാവും. കാലത്ത് നമ്മളെല്ലാം മടക്കി ഒതുക്കി വൃത്തിയാക്കി ഇപ്പൊ ഒരു കൂട്ടം പണി ചെയ്ത് വെച്ചിട്ടാ ജോലിക്ക് പോയാൽ അവിടെ വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോ എന്താ കാണണേ, ഇത് അതിനേക്കാൾ വലിയൊരു എന്തിലേക്കാ വന്ന് കയറേന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുറെ കുരുകുറുക്കും. ഇവിടെ തുടങ്ങിയ പതുക്കേന്ന് തുടങ്ങിയുള്ള സാധനങ്ങൾ പെറുക്കി അടുക്കള വരെത്തും. വെറുതെ നമ്മൾ ജോലി ചെയ്യും. ഒരു ദിവസമൊക്കെ നമ്മളിങ്ങനെ പറയും, ഇതൊക്കെ മനുഷ്യൻ തോറ്റ് ഇട്ടിട്ട് വല്ല വഴിക്കും പോകാനാ തോന്നുന്നത്, ഇന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ നമ്മള് ഇടയ്ക്കിടയ്ക്കൊക്കെ വായി തോന്നിയതൊക്കെ ഇങ്ങനെ പറയാറില്ലേ ഞങ്ങളൊക്കെ പറയാറുണ്ട് കേട്ടോ, ഇടയ്ക്കാണെങ്കിലും. പറയാറില്ല? ഓക്കെ. മനുഷ്യരായി നമ്മളെപ്പോഴും ഈ ഒരു കാര്യം പറയും. നമ്മുടെ വീട്ടില് ഈ ബ്ലഡ് റിലേഷനിലുള്ള നമ്മുടെ മക്കളാണ്, നമ്മുടെ സ്വന്തം രക്തത്തിൽ പറഞ്ഞത്, നമ്മുടെ അച്ഛനമ്മ അല്ലെ, ഭർത്താവ്, അത്രയധികം ബോണ്ടിങ് ഉള്ള ഈ മനുഷ്യന്മാരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതൊക്കെ വീട്ടിൽ നിന്ന് എന്തൊക്കെ തരത്തിലുള്ള സ്വഭാവവുമായിട്ട് വരുന്ന ഇത്രയും ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് അല്ലെ, എംപ്ലോയീസ്, ഹ്യൂമൻ റിസോഴ്സ്, ഹൗ ക്യാൻ വി മാനേജ്? ഇവരൊക്കെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? ഇവിടെ മാനേജ് ചെയ്യാൻ ഇത്തിരി കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ടാണ് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, വളരെ എന്താ പറയാ, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഇത്തരം ആളുകളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ആര് വേണം? ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസ് തന്നെ വേണം എന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പോലുള്ള ഒരു കോഴ്സ് ഒക്കെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോ മനുഷ്യരെ മാനേജ് ചെയ്യാൻ അത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. ഇറ്റ്സ് എ ചാലഞ്ചിങ് ടാസ്ക് എന്ന് പറയാം. ഭയങ്കര വെല്ലുവിളി നിറഞ്ഞതാ മനുഷ്യരെ മാനേജ് ചെയ്യാന്ന് പറയുന്നത്. കാരണം എല്ലാവരും ഒരുപോലെയല്ല. എത്ര മനുഷ്യർ, അത് നമുക്ക് പഠിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകും. മനുഷ്യരെല്ലാവരും ഒരുപോലെയല്ല. 2 വ്യക്തികളെ നമ്മൾ ഇത് വെച്ചിട്ട് കുറച്ചു നേരം ഒന്ന് അവരെ വീക്ഷിച്ചാൽ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തികൾ അവരിന്ന് ചെയ്യുന്നതാണ്. അവരെ ഒന്ന് നിരീക്ഷിക്കുക. ഒരു മണിക്കൂറോ ഒരു ഹാഫ് എ ഡേയോ ഒന്ന് നിരീക്ഷിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നിരീക്ഷിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവരൊക്കെ പല കാര്യവും വ്യത്യസ്തമാണ്. വല്ല സാമ്യമൊക്കെ നമുക്ക് തോന്നുള്ളൂ അല്ലെ. അപ്പൊ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യാൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അത് മാനേജ് ചെയ്യണം എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. പക്ഷെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ഓർ ചാലഞ്ചിങ് ടാസ്ക്. പക്ഷെ അതൊരു ബുദ്ധിമുട്ടേറിയ, വളരെയധികം വെല്ലുവിളി നിറഞ്ഞ ഒരു ടാസ്ക് ആണ്. അങ്ങനെയുള്ളവരെ മാനേജ് ചെയ്യാനും അങ്ങനെയുള്ളവരെ വരച്ചു വരയിൽ നിർത്താനും അവരെ മാനേജ് ചെയ്ത് മാക്സിമം എംപ്ലോയീസിനെ സാറ്റിസ്ഫൈഡ് ആക്കി ഓർഗനൈസേഷന്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് പ്രാപ്തരാക്കാനും വേണ്ടിയുള്ള ഒരു ഉദ്യമം, അതാണ് നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു ഡ്യൂട്ടി ഓർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് എംപ്ലോയീസിനെ കുറിച്ച്, അതായത് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ കുറിച്ചിട്ട്, ഹ്യൂമൻ റിസോഴ്സുകളെ കുറിച്ചിട്ട് ഉള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നിങ്ങളുടെ സിലബസിൽ. ഓക്കെ, 6 മൊഡ്യൂൾസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. 6 മൊഡ്യൂൾസിൽ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ, ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. പിന്നെ റിക്രൂട്ട്മെന്റ്, അതായത് ഓർഗനൈസേഷനിൽ ഹൗ ദ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് ആർ കണ്ടക്ടഡ്, എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്, സെലക്ഷൻസ് നടക്കുന്നത്, ഇൻഡക്ഷൻ, പ്ലേസ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന 2nd മൊഡ്യൂളിലാണ്. 3rd മൊഡ്യൂളിൽ ഇവരൊക്കെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് എന്താ? ഇവർക്ക് മാക്സിമം ട്രെയിനിങ് കൊടുക്കുക. പല ജോലികളും നമുക്കൊന്ന് ട്രെയിനിങ് ഒക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. മേ ബി ചിലപ്പോൾ 2 ദിവസം കൊടുക്കുന്ന ട്രെയിനിങ് ആകാം, ചിലപ്പോ 3 ദിവസം, ചിലപ്പോ ഒരാഴ്ച, ചിലപ്പോ 1 മന്ത്, അത്രയും. ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പെർഫോമൻസ് ഓഫ് ദ ജോബ്. ആ ജോബ് എങ്ങനെയുള്ളതാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ട്രെയിനിങ് പീരീഡ്. അപ്പൊ ട്രെയിനിങ് കൊടുക്കുക. അപ്പൊ 3ാമത്തെ ചാപ്റ്റർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ട്രെയിനിങ്ങും അതനുസരിച്ച് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യും? ആ ഇൻഡിവിജ്വലിന്റെ, ആ എംപ്ലോയിയുടെ സ്കിൽ ആൻഡ് നോളജ് വർദ്ധിക്കും, അത് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് ദ 4th വൺ മീൻസ് ടാലന്റ് മാനേജ്മെന്റ്. അതായത് എംപ്ലോയീസിന്റെ ടാലന്റുകളെ കണ്ടെത്തി, എംപ്ലോയീസിന് ചിലപ്പോൾ അവൻ ചെയ്യുന്ന ജോലി ഇപ്പൊ എനിക്ക് പഠിപ്പിക്കാനാണ് എന്റെ കഴിവ്, പക്ഷെ അതിനോടൊപ്പം ചിലപ്പോൾ ഐ മേ ഹാവ് സം അതർ ടാലന്റ്സ്, എനിക്ക് മറ്റു കഴിവുകൾ ആ ഓർഗനൈസേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. മറ്റു കഴിവുകൾ എന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലും
എന്തെങ്കിലും ആടാനോ പാടാനോ ഒക്കെ ഉള്ള കഴിവൊന്നല്ല ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഒരു സൈഡായിട്ട് എന്തെങ്കിലും എന്റർടൈൻമെന്റ് അതല്ലാതെ പഠിപ്പിക്കുന്നതല്ലാതെ ടീച്ചർക്ക് മറ്റെന്ത് കഴിവുള്ളത് നമ്മുടെ ഈ ഓർഗനൈസേഷനിൽ നമുക്ക് ഉപയോഗിക്കാം. ചിലപ്പോ ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ടെക്നിക്കലായിട്ട് കമ്പ്യൂട്ടർ ഒക്കെ നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ അവിടെയും കൂടി ആളുടെ ആ ഒരു സർവീസ് നമുക്ക് ഉപയോഗിക്കാം അല്ലെ. അപ്പൊ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ്, അതായത് ഹ്യൂമൻ റിസോഴ്സുകളെ പരമാവധി ഉപയോഗിക്കുക. അപ്പൊ അവരുടെ എംപ്ലോയീസിന്റെ ടാലന്റ് ഒക്കെ കണ്ടെത്തി അതനുസരിച്ച് അവരുടെ മാക്സിമം ഉപയോഗിക്കലാണ് അടുത്ത മൊഡ്യൂള്. 5th വൺ എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ്. അവരുടെ സാലറി മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് അതിന്റെ കുറെ ഡീറ്റെയിൽസ് ആണ്. അവരുടെ സാലറി പാക്കേജും അതിന്റെ സാലറിയുടെ തന്നെ ഒപ്പം തന്നെ കിട്ടുന്ന മറ്റ് അലവൻസുകളും മറ്റ് ബെനിഫിറ്റുകളും ഒക്കെ അതിനെ സംബന്ധിക്കുന്നതാണ് 5th module. And the last module is grievance handling, discipline, employee safety and employee health. അതായത് എംപ്ലോയീസിന് ഉണ്ടാകുന്ന ഈ പറയുന്ന എല്ലാം കൊടുത്താലും ചിലപ്പോഴൊക്കെ എംപ്ലോയീസിന്റെ ഇടയിൽ ചില തരത്തിലുള്ള എന്താ പറയാ ഡിസ്കണ്ടന്റ്മെന്റ്, ഗ്രീവാൻസ് മീൻസ് ഡിസ്കണ്ടന്റ് ഓർ ഡിസാറ്റിസ്ഫാക്ഷൻ, അതായത് തൃപ്തിക്കുറവ്, താല്പര്യക്കുറവൊക്കെ ചിലപ്പോ എംപ്ലോയീസിന്റെ ഇടയിൽ വരും. മേ ബി സം റീസൺസ്, അതിന് കാരണങ്ങൾ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം, ചിലപ്പോൾ വെറുതെ തോന്നലാവാം. അങ്ങനെയുള്ള ചില ഡിസാറ്റിസ്ഫാക്ഷൻസ് ഒക്കെ ഉണ്ടാകും. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ നമുക്കറിയാം, അച്ചടക്കം, അതൊരു ബിസിനസ് ഓർഗനൈസേഷനിൽ പാലിക്കേണ്ടത് തന്നെയാണ്. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എംപ്ലോയീസിന്റെ ഹെൽത്ത്, സേഫ്റ്റി, ആരോഗ്യം. ചില ജോലികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ ജോലികളിൽ നിന്നും ഉണ്ടാകാവുന്ന ചില തരത്തിലുള്ള രോഗങ്ങൾ, ആ ജോലി സംബന്ധിതമായ രോഗങ്ങൾ അല്ലെ. പണ്ടൊക്കെ ഫാക്ടറീസിലൊക്കെ ജോലി ചെയ്യുമ്പോഴേ, പണ്ടൊക്കെ തന്നെയല്ല ഇപ്പോഴും അതെ, ഫാക്ടറീസിൽ ജോലി ചെയ്യുമ്പോൾ ആ ഫാക്ടറീസിൽ നിന്ന് വരുന്ന ഫ്യൂംസ്, ഗ്യാസ്, പുകയും ഇതൊക്കെ ശ്വസിച്ചിട്ട് പല ആളുകൾക്കും എന്താ പറയാ നമ്മുടെ ബ്രീതിങ് പ്രോബ്ലംസ്, ആസ്തമ പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ജോബ് റിലേറ്റഡ് ഡിസീസ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഡിസീസസ്, അതിൽ നിന്ന് ഹൗ ക്യാൻ ബി പ്രൊട്ടക്ട് ദം, അവരെ നമുക്ക് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം അതിൽ നിന്ന്. ഇനി അതുപോലെ തന്നെ ജോലിയിൽ ഉണ്ടാകുന്ന സുരക്ഷ, ഈ ജോലിയിൽ പലതരത്തിലുള്ള മെഷീൻസ് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ, ഹൗ ക്യാൻ ബി പ്രിവെന്റ് ദം, അതിനെടുക്കേണ്ട പ്രിക്കോഷൻസ്, അതൊക്കെ ഫാക്ടറീസ് ആക്ടിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാമാണ് ലാസ്റ്റ് മൊഡ്യൂൾ. അങ്ങനെ 6 മൊഡ്യൂൾസ് ആണ് നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ പഠിക്കാനുണ്ടാകുക. ഓക്കെ, അപ്പൊ 1-2 ചാപ്റ്റർ മാത്രമേ ചേർത്തുള്ളൂ. ബാക്കിയൊക്കെ ഓരോ മൊഡ്യൂൾസും ഇച്ചിരി വലുതൊക്കെ തന്നെയാണ്. കാരണം എല്ലാം എംപ്ലോയീസിന്റെ മാത്രം കാര്യമുള്ളൂ, വേറെ ഒരു കാര്യം നമുക്ക് പഠിക്കാനില്ല. ഓൺലി റിലേറ്റഡ് ടു എംപ്ലോയീസ്, ഹ്യൂമൻ റിസോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട. ഈ ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ് എംപ്ലോയീസ്. കുറച്ചുകൂടി നല്ല പേര് ഹ്യൂമൻ റിസോഴ്സ് അല്ലെ, കേൾക്കുമ്പോൾ തന്നെ ഒരു ഭംഗിയില്ലേ. എംപ്ലോയീസ് എന്ന് പറയുന്നതിനേക്കാൾ മനുഷ്യ വിഭവം എന്ന് പറയുന്നത് തന്നെയാണ് കുറച്ച് ഭംഗി. അപ്പൊ തന്നെയാണ് എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ഇതെല്ലാം പഠിച്ച് എന്താണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. ഒന്ന് എക്സാമിന് വേണ്ടിയും, മറ്റൊന്ന് ഇതെല്ലാം പ്രാക്ടിക്കലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജറായിട്ട് നമുക്കൊരു ജോലി കിട്ടുകയും വേണം. ഈ 2 കാര്യങ്ങൾക്കും കൂടി വേണ്ടി ആണ് എന്നുള്ള ബോധ്യത്തോടെ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കിയാലും നെഗറ്റീവ് അടിച്ചാലും അതൊന്നും നമ്മൾ ഡോണ്ട് കെയർ, ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ മുന്നോട്ട് വെച്ച കാലം ഒരു പടി മുന്നോട്ടേക്ക് എന്ന് വെച്ചോ, പുറകോട്ടൊന്നും പോകണ്ട. ആരെങ്കിലൊക്കെ പറയുമ്പോ ഇതൊക്കെ ഇനി പഠിച്ചെടുത്ത് ഇനിയിപ്പോ ജോലി ചെയ്യാൻ പോവുക, ഇതൊക്കെ കിട്ടോ, അതൊക്കെ ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചില ആളുകൾക്ക് നമ്മൾ നെഗറ്റീവ് വരും. ഡസന്റ് മാറ്റർ, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമ്മൾ ഇഫ് യു ആർ വില്ലിങ്, നിങ്ങൾക്ക് എന്താ പറയാ നമുക്ക് നമ്മളെ കുറിച്ച് ബോധറാകാനോ അല്ലെങ്കിൽ നമ്മളുടെ നന്മയോ മറ്റാരും ആഗ്രഹിക്കില്ല. ഇന്നത്തെ കാലത്ത് മറ്റാരും അല്ലെ, ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ നടക്കാനുള്ള ഒരു എന്താ പറയാ മീഡിയം ആണ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഓരോരുത്തരും. അപ്പൊ അങ്ങനെ വിചാരിക്കുക. അപ്പൊ എനിക്കത് നേടിയെടുക്കണം, അത് എന്റെ ലക്ഷ്യമാണ്, എനിക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ക്യാൻ ഡു ഇറ്റ്. അപ്പൊ തീർച്ചയായിട്ടും അത് നമുക്കും പറ്റും. എല്ലാവർക്കും പറ്റുമെങ്കിൽ എനിക്ക് പറ്റിയാൽ എന്താ അല്ലേ? അങ്ങനെ ആ ഒരു മൈൻഡില് നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് എന്താ പറയാ ഈ മൊഡ്യൂൾസ് ഒക്കെ എടുക്കുമ്പോൾ ടീച്ചേഴ്സിനോട് അതുമായി ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിൽ ആ ലാസ്റ്റ് 10 മിനിറ്റ് ഞാൻ പറഞ്ഞു കേട്ടോ, വീണ്ടും പറയാണ്, മറക്കണ്ട. അത് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നേക്കുമായിട്ടുള്ള മ്യൂട്ട് അല്ല, അത് ലാസ്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു ടോപ്പിക് ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കും, 1 hour ക്ലാസ് ആണല്ലോ. അപ്പൊ നമ്മുടെ പോർഷൻസ് ആ പർട്ടിക്കുലർ ടൈം പീരീഡിൽ തീർക്കണം. അപ്പൊ നമുക്ക് ടൈം മിസ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇടയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ഒന്ന് വേഗം നോട്ട് ചെയ്യാം. എന്നിട്ട് ആ ലാസ്റ്റ് 5 or 10 minutes ടീച്ചറിനോട് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ട് എനിക്ക് ഡൗട്ട് ഉണ്ട് എന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്യാം.
അപ്പോഴേക്കും ടീച്ചർ അത് അൺമ്യൂട്ട് ചെയ്തോളും. അൺമ്യൂട്ട് ചെയ്തിട്ട് ഏത് ഭാഗമാണെന്ന് അത് നിങ്ങൾ വായ കൊണ്ട് ചോദിച്ചോ. അന്നേരം അവിടെ മ്യൂട്ട് ചെയ്യാൻ പാടില്ല ആ ലാസ്റ്റ് 5 or 10 minutes. അതേസമയം നിങ്ങൾക്ക് സംശയമൊന്നുമില്ല, ആരും ഹാൻഡ് റൈസ് ചെയ്തില്ല, നിങ്ങൾക്ക് അവിടെ പറഞ്ഞപ്പോൾ തന്നെ ഓൾറെഡി എല്ലാവർക്കും ക്യാച്ച് ചെയ്തു എങ്കിൽ ആ മാക്സിമം ബാക്കി വരുന്ന 10 മിനിറ്റ് ടീച്ചർ വെറുതെ ഇത് വർത്താനൊന്നും പറയില്ല. ബാക്കിയുള്ള പോർഷൻസിലേക്ക് മുന്നോട്ട് പോയി ആ മാക്സിമം ആ 10 മിനിറ്റ് കൂടി ഉപയോഗിക്കും. നമ്മള് ടൈം ഈസ് പ്രഷ്യസ് അല്ലേ, അത് കളയാൻ പാടില്ലല്ലോ. അപ്പൊ അതനുസരിച്ച് ടീച്ചർ അങ്ങനെ തന്നെ എടുക്കും. ഓക്കെ, അതുകൂടി ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആഫ്റ്റർ ഇലക്ഷൻ ആണ്, 9th ശേഷം. അത് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ വരും. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും ടൈം ടേബിളും ടൈമും ഒക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റിന് എത്രത്തോളം വാല്യൂ ഉണ്ട്? സർട്ടിഫിക്കറ്റിന് എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് ചോദിച്ചാൽ വാലിഡ് ആണ് സർട്ടിഫിക്കറ്റ്. ഒരുപാട് പേര് ജോലിക്കായിട്ട് ഇപ്പൊ ജോലി കയറി കഴിഞ്ഞു നമ്മുടെ കോഴ്സ് പഠിച്ചിട്ട്. ഇപ്പൊ ഇതുപോലെയുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ. എല്ലാ സർട്ടിഫിക്കറ്റ്സിനും അതിൻ്റെതായ നമ്മുടെ കോഴ്സിന്റെ വാല്യൂ തന്നെയുണ്ട്. ജോലി ചെയ്യുന്നവരുണ്ട്, ജോലി ചെയ്ത് കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇൻഫോം ചെയ്യുന്നവര് ഇതുപോലെ കോൺവെക്കേഷൻ ഒക്കെ വരുമ്പോൾ അവർ നമ്മളെ അറിയിക്കുന്നുണ്ട്. അവരുടെ റിവ്യൂവിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവർക്ക് അപ്പോ അതനുസരിച്ച് ജോലി കിട്ടും. നമ്മളുടെയും കൂടി ഒരു പാർട്ടിസിപ്പേഷൻ, ജോലി ചെയ്യുന്നതില് നമ്മളുടെ പാർട്ടിസിപ്പേഷൻ, നമ്മൾ എത്ര ഇമ്മൻസ് ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നോ അതനുസരിച്ച് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. ഓക്കെ, ഞാൻ എന്ത് പറയാൻ വന്നതായിരുന്നു. ക്ലാസ് 9th അറിയിക്കും എന്നാ പറഞ്ഞത്. നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഡേറ്റിലായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലായിരിക്കും അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് തരാം. ഇനി ഓക്കെ, അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഇഫ് യു ഹാവ് എനി സജഷൻ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് നമുക്ക് തരാനുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുക ക്ലാസ്സിന്റെ ഇടയിൽ. ഇപ്പൊ നിങ്ങൾ എല്ലാ ടീച്ചർമാരോട് പറയണമെന്നില്ല, നിശാമിസിനൊന്ന് ഞങ്ങൾക്ക് വേണം എന്തെങ്കിലും ഒരു കാര്യം അറിയിക്കാനാണെങ്കിൽ ഞാൻ വന്നോളാം, നിങ്ങളോട് കാര്യങ്ങൾ ചോദിക്കണം. ഓക്കെ, മറ്റ് പുസ്തകത്തിലുള്ള സംശയം മാത്രം ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ മതി. ആൻഡ് മറ്റ് വേറെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പഠിപ്പിക്കുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത ഒരു കാര്യവും ടീച്ചേഴ്സിനോട് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം വെറുതെ സമയം കളയാമെന്ന് മാത്രമേ അതുകൊണ്ട് ഗുണമുണ്ടാവുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംശയം നിശാമിസിനോട് വിളിക്കാൻ പറഞ്ഞാൽ ഞാൻ വന്നോളാം കേട്ടോ. അവിടെ വന്ന് ഞാൻ കാര്യം പറഞ്ഞോളാം. പിന്നെ നമ്മളുടെ എന്താ പറയാ ടെക്സ്റ്റ് ബുക്കും നിങ്ങളുടെ എന്താ പറയാ സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കും ഗൈഡും ഉണ്ട്. അത് എന്തായാലും എല്ലാവരും വാങ്ങിക്കണം എന്ന് നമ്മളുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വാങ്ങിച്ച് എന്നുള്ളത് നമ്മുടെ ഓഫീസിൽ നിന്ന് തന്നെ അത് കളക്ട് ചെയ്തു എന്നുള്ളത് അവിടെ റെക്കോർഡിലേക്ക് വരും. നിങ്ങളുടെ ഇൻഫർമേഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്തതിന്റെ ഡീറ്റെയിൽസിന്റെ കൂടെ ഫീസ് മറ്റു കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതിന്റെ കൂടെ ആ ഒരു എന്താ പറയാ ഇത് വാങ്ങിച്ചതിന്റെ ഡീറ്റെയിൽസും അവിടെ ഉണ്ടായിരിക്കും. അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ എക്സാമിന്റെ മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൂടി ഒന്ന് അറിയിക്കാൻ പറയുന്നത്. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്കും ഇത് വാങ്ങിക്കണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. കാരണം അത് ഇതിനകത്തുള്ളത് അത് പുതിയ ഇതനുസരിച്ചിട്ട് എക്സാം ബോർഡിൽ നിന്ന് നമ്മൾ അറിയിച്ചിരിക്കുന്നതാണ്. അവർക്ക് അത് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, സോ അത് വാങ്ങിച്ചതിന്റെ മറ്റേ എന്താ പറയാ റെസിപ്റ്റ് ഉണ്ടാവുമല്ലോ, അതും ഇതിന്റെ കൂടെ ചേർത്ത് വെക്കുന്നതായിരിക്കും. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ബൈ ദ textbook and guide, and I wish you all the best, and also we wish your support and also suggestions. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ സജഷൻസ് അറിയിക്കാം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു ചെറിയ ഒരു ജേർണിയിൽ നമ്മൾ ഇനി ഒരുമിച്ചായിരിക്കും. ഓക്കെ, നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഞങ്ങൾക്കും ഉറപ്പ് തരണം, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഞാനും ഉറപ്പ് തരും. ഓക്കെ, സോ സീ യു. അപ്പൊ ഇനി നമുക്ക് ഇടയ്ക്ക് കാണാം. നിങ്ങൾ വിളിച്ചാലും ഞാൻ വരുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കാണണം അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ട് അറിയാനുണ്ടെന്ന് പറയുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ വരുന്ന ഉള്ളൂ. അല്ലെങ്കിൽ വിളിച്ചില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അവിടെ തിരക്കുകളുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ അറിയിച്ചാൽ അയ്യോ കാണണമെന്ന് പിള്ളേര് പറഞ്ഞല്ലോ, ഒന്ന് എന്തെങ്കിലും ഒന്ന് പോയേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇനി ലാസ്റ്റേ കാണുള്ളൂ. അതുകൊണ്ട് അറിയിച്ചതാണേ. അപ്പൊ നമുക്ക് അവിടെ കാണാം. ഹാപ്പി ആണോ എല്ലാവരും? ഹാപ്പി അല്ലേ? യെസ്. അപ്പൊ ഓക്കെ. All the best. Thank you. Bye.